അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. പങ്കെടുക്കരുതെന്ന് പാർട്ടിയുടെ ബംഗാൾ ഘടകം പറയുന്നു. വിട്ടുനിൽക്കരുതെന്ന് യുപി നേതാക്കളും ആവശ്യപ്പെടുന്നു. അഭിലാഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. അഭിലാഷ്, എന്തായാലും ഈ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം, അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ, അതിലെന്തായാലും പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവർക്ക് തന്നെ ഒരു പ്രതിരോധമായി മാറിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കും കോൺഗ്രസ്? ഇങ്ങനെ പലയിടത്തുനിന്നും എതിർപ്പ് വരുന്നുണ്ട്, വിട്ടു നിൽക്കരുതെന്ന ആവശ്യങ്ങൾ വരുന്നുണ്ട്. എന്ത് തീരുമാനിക്കും കോൺഗ്രസ്? അല്ല, കോൺഗ്രസ് എന്ത് തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിൻ്റെ തീരുമാനം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോണിയാഗാന്ധി തന്നെ ഇതിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ പങ്കെടുക്കാനുള്ള ക്ഷണം, PHPയുടെ ക്ഷണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് അത് സ്വീകരിക്കുകയാണ് സോണിയാഗാന്ധി ചെയ്തത്. പക്ഷേ CPM ആകട്ടെ അത് നിരസിക്കുകയും ചെയ്തു. യെച്ചൂരി തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ദേശീയ തലത്തിലെ പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ദേശീയ കോൺഗ്രസിലെ പ്രശ്നം AICCയിൽ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കമാണ് വന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭിന്നത. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് ഏറെക്കുറെ മൗനം ആണ് എന്ന് പറയാം. അത് അർത്ഥഗർഭമായ മൗനം എന്ന് പറയുന്നതാണ് അല്പം കൂടി നല്ലത്. ആ അർത്ഥഗർഭം എന്താണെന്നുള്ള കാര്യം സാമാന്യം ഒരു യുക്തിബോധമുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാമിന് തന്നെ തുറന്നു പറയേണ്ടി വന്നു കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളത്. ഇത്രയും കാലം കോൺഗ്രസിൻ്റെ ഒരു നിഴലിൽ ഒളിച്ചു കളിക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കൂടി ലേഖനം കടുപ്പിച്ചതോടെയാണ് ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പോലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് ഇടയേണ്ടി വന്ന, അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കണം എന്ന് പറയേണ്ടി വന്നത്. അതുവരെയും കോൺഗ്രസ് ഉരുണ്ട് കളിക്കുകയായിരുന്നു. VD സതീശൻ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, അത് ദേശീയ തലത്തിലെ കാര്യമാണ് എന്നൊക്കെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയായിരുന്നു. സത്യത്തിൽ എന്താണ് ഈ രാമക്ഷേത്ര നിലപാട്, അല്ലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. കോൺഗ്രസ് എക്കാലവും രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ള ഒരു മൃദു ഹിന്ദുത്വ നിലപാട്. അത് കേവലം ഇടതു പാർട്ടികളുടെയോ CPIMൻ്റെ ഒരു ആരോപണം മാത്രമല്ല, കൃത്യമായ ഒരു വസ്തുത തന്നെയാണ്. എപ്പോഴും അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അതിനെ പരിഹസിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് VD സതീശനായാലും സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, ഒരുപക്ഷെ ഈ സമീപകാലത്ത് KPCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും ഏത് രീതിയിലേക്കാണ് അവരുടെ ഒരു ആശയപരമായ പാപ്പരത്തം പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ സൂചനകളാണ്. സുധാകരൻ തന്നെ മുമ്പ് പറഞ്ഞ പ്രസ്താവന പിന്നീട് ഫേസ്ബുക്കിലൂടെ തിരുത്തി പറഞ്ഞതും എല്ലാം നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയിരിക്കുന്നത് പശ്ചിമ ബംഗാൾ ഘടകം, കോൺഗ്രസിൻ്റെ പശ്ചിമ ബംഗാൾ ഘടകം. അതായത് അവിടെ ലോക്സഭയിലെ പ്രധാനപ്പെട്ട നേതാവായ ആധിർ രഞ്ജൻ ചൗധരിയുടെ തട്ടകമായ പശ്ചിമ ബംഗാൾ ഘടകം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അയോധ്യയിൽ ഈ നടക്കുന്ന ഈ പ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് പശ്ചിമ ബംഗാൾ ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം മറുവശത്ത് UPയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, UPയിലുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുമ്പോൾ UPയിൽ ഇപ്പോൾ എത്ര കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ പിടിയൊന്നുമില്ല. കാരണം ആ രീതിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു കാലത്ത് കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന, കോൺഗ്രസിന് എതിർ ശബ്ദങ്ങളില്ലാതിരുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് ഇന്ന് വെറും പടമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്ഥലമാണ് UP. ഇന്ന് UPയിൽ കോൺഗ്രസിനെ എത്തി നോക്കാൻ പോലും പറ്റില്ല. മഷീട്ട് നോക്കിയാൽ പോലും അവിടെ എത്ര കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള UPയിലെ നേതാക്കൾ, ശേഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത് എന്താണ്, രാമജന്മഭൂമി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്നാണ്. കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കണം എന്നാണ്. അത് ഒരുപക്ഷെ ഈ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത് പൊതുവായ ഒരു ഘടകമാണ്, പൊതുവായ ഒരു ആശയ നയ രൂപീകരണമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്, ആ പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാണ്. ഇതിലൊരു ചരിത്രപരമായ ഒരു പിൻബലം ഉണ്ട്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി MP രാജേഷ് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഈ അയോധ്യ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നതിൽ ഇതിൽ എന്താണ് ഇത്ര വിവാദം, എന്താണ് ഇത്ര അത്ഭുതം, അവർ സ്വീകരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വിശദമാക്കിക്കൊണ്ട് MP രാജേഷ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമാണ്. ഈ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചാൽ ചരിത്രഗതികളിൽ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് ഈ വർഗീയതയോട് സന്ധി ചെയ്തു പോയ ഓരോ കാര്യങ്ങളും, അത് നെഹ്റുവിയൻ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടുള്ളത്, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ, ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പോലും, നെഹ്റു അല്ല പക്ഷേ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരും അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മറ്റു പലരും നെഹ്റുവിൻ്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ഈ വർഗീയതയുമായി, അന്നത്തെ RSSുമായി, അന്ന് RSS ഉണ്ടായിരുന്ന ജനസംഘമായിരുന്നു, ഈ ജനസംഘം പോലെയുള്ള സംഘടനകൾ, RSS ജനസംഘം പോലുള്ള സംഘടനകളുമായി ഇവർ സമരസപ്പെട്ടു പോയതിൻ്റെ ഒരു ചരിത്രം MP രാജേഷ് കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും,
ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് അത് പറയാൻ തീർച്ചയായും എല്ലാ അർഹതയും ഉണ്ടെന്ന് എം പി രാജേഷ് പറയുന്നത് ഒരു വാസ്തവമാണ്. കാരണം 1992 ഈ ബാബറി മസ്ജിദ് നടന്ന പൊളിച്ചതിന് ശേഷം അവിടെ ഈ ശിലാന്യാസിന് വേണ്ടി തുറന്നു കൊടുത്തത്, ആ തർക്കമന്ദിരം തുറന്നു കൊടുത്തത് തന്നെ രാജീവ് ഗാന്ധിയാണ്. ഈ ബാബറി മസ്ജിദ് തകർത്ത് പിന്നെ നരസിംഹറാവു ആണ് അന്ന് ഇത് തുറന്നു കൊടുത്തത് തന്നെ. ഈ ബാബറി മസ്ജിദ് തകരാൻ ഒരു കാരണം തന്നെ ഈ നരസിംഹറാവുവിൻ്റെ മൗനമായിരുന്നു എന്ന് പിന്നീട് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വാസ്തവമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കാലത്തും ഈ നരസിംഹറാവുവിൻ്റെ കാലത്തും ഒക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചുള്ള ഒരു വർഗീയത, ആ മൃദു ഹിന്ദുത്വ ഏറ്റവും ഒടുവിൽ ഇത് എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലേക്ക് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തന്നെയാണ്. കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ച നിലപാട്, ദിഗ്വിജയ് സിംഗ് സ്വീകരിച്ച നിലപാട് ഒരുപക്ഷെ ഒരിക്കലും BJPയെ ആശയപരമായി ആ രീതിയിൽ അവരുടെ എതിർച്ചേരിൽ നിന്നുകൊണ്ട് ആ വർഗീയതയെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നില്ല അവിടെ കമൽനാഥ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് കമൽനാഥിനെ പിന്നീട് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റേണ്ടി വന്നത് എന്നത് പോലും വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് പുതിയ ഒരാളെ കൊണ്ടുവന്നാലും കോൺഗ്രസിൻ്റെ അവിടുത്തെ നിലപാട് മാറും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ചരിത്രത്തിലൂടെ കോൺഗ്രസ് സ്വീകരിച്ച ഈ ഹിന്ദുത്വത്തോടുള്ള ഒരു നിലപാട്, ഈ മൃദു ഹിന്ദുത്വ നിലപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഇടത് പാർട്ടികൾ വെറുതെ ആരോപിക്കുന്നതല്ല, കോൺഗ്രസ് നേതാക്കൾ പരിഹസിക്കാനുള്ള ഒരു വാക്കുമല്ലത്, അതൊരു വാസ്തവമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കാര്യമാണ് ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അതൊരു വാസ്തവമായി മാറിയിരിക്കുന്നു. ഒരു ഘടകം പറയുന്നു, ബംഗാളിലെ കോൺഗ്രസ്സുകാർ പറയുന്നു, ആതിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന നേതാവ് ബംഗാളിലെ അവശേഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കരുത്തനായ ഒരു നേതാവാണ്. അദ്ദേഹം സംശയമൊന്നുമില്ല. പ്രതിപക്ഷത്തിൽ ലോക്സഭയിൽ അദ്ദേഹം BJPക്കെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കാറുണ്ട്. സഭയിൽ കത്തിപ്പടരുന്ന ഒരു വ്യക്തിയാണ് ആതിർ രഞ്ജൻ ചൗധരി. പക്ഷേ ആ ആതിർ രഞ്ജൻ ചൗധരിയുടെ അവിടെയുള്ള കോൺഗ്രസ് അവിടെയുള്ള ബംഗാളിലെ കോൺഗ്രസ് ഘടകം ആവശ്യപ്പെടുന്നത് നിങ്ങൾ BJPയുമായി സഹകരിക്കരുത്, അല്ലെങ്കിൽ ഈ അയോധ്യയിലെ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത്. അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി ഇത്രയും 2 വർഷമായി കോൺഗ്രസിനെ വളർത്താൻ ശ്രമിച്ചത് മുഴുവൻ UPയിലായിരുന്നു. ആ UPയിലെ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ശ്രമിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ UPയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രാമജന്മഭൂമി ഈ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം പ്രിയങ്ക ഗാന്ധി തന്നെ പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ അയോധ്യയിൽ ക്ഷേത്രം ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ വർത്തമാനകാലത്ത് നിന്ന് നോക്കിയാലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. ഏതായാലും ഈ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നത്. ഇത് കോൺഗ്രസ് ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം അതിന് മറ്റൊരു രാഷ്ട്രീയപരമായ കാരണം കൂടെയുണ്ട്. കാരണം കേരളത്തിൽ ഒരു വർഗീയതയ്ക്കെതിരായ ഒരു നിലപാട് കോൺഗ്രസിന് സ്വീകരിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലൊരു ഘടകകക്ഷി അവരോടൊപ്പം ഉള്ളപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു പിന്തുണ കോൺഗ്രസിന് വേണം ഇവിടെ ജയിക്കാൻ എന്നുള്ള ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ. കാരണം 2 തവണ തുടർഭരണം ഇപ്പോൾ LDFനാണ്. ഇനി ഒരുപക്ഷെ കൂടെ ഇനിയൊരു ഭരണ നഷ്ടം കൂടി UDFന് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥാനത്തെ നിലനിൽപ്പ് വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ഇവിടെ പിടിച്ചെടുക്കാനില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പലപ്പോഴും നിർബന്ധിതമാകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നിലപാട് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് സംസ്ഥാന കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇനി ദേശീയ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാൻ അവർക്ക് നഷ്ടപ്പെട്ടു, ഛത്തീസ്ഗഡ് നഷ്ടപ്പെട്ടു, മധ്യപ്രദേശ് നഷ്ടപ്പെട്ടു, പ്രധാന സംസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ സമീപകാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഗുജറാത്തും ഗോവയും എല്ലാം പോയി. ഇപ്പോൾ ആ ഒരു മേഖലയിൽ കോൺഗ്രസിന് ഭരണം എന്ന് പറയുന്നത് ഏറെക്കുറെ ഇല്ലാത്ത ഒരു അവസ്ഥയെത്തി. അല്ലെങ്കിൽ ഒരു ഹിമാചൽ പ്രദേശ് പോലെയൊരു സംസ്ഥാനം മാത്രം നമുക്ക് പേരെങ്കിലും എടുത്ത് പറയാൻ പറ്റുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ തെലങ്കാനയും കർണാടകയും പോലുള്ള തമിഴ്നാട്ടിലും കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ എടുത്ത് കാണിക്കാൻ പോലും പറ്റും. അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ കടുത്ത ഒരു നിലപാട്, കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട്, ആശയപരമായ നിലപാട് കോൺഗ്രസിന് എടുക്കണം. ആ കോൺഗ്രസ് നിലപാട് എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കാരണം ഒരു വർഗീയത അല്ലെങ്കിൽ മതബോധം ഉയർത്തി അവിടെ എപ്പോഴും BJPയുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഉയർത്തുന്ന പ്രധാനമായ 2 ഘടകങ്ങൾ, ഒന്ന് മതമാണ്, മറ്റൊന്ന് ദേശീയതയാണ്. ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന അവർ എടുത്തിരിക്കുന്ന പല സൈനികമായ പല തീരുമാനങ്ങളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദം. ഇതിനെ ആശയപരമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഹിന്ദി മേഖലയിൽ അവർ നേരിടുന്ന ഏറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അങ്ങനെ ഒരു ശക്തമായ നിലപാട് ഈ ഒരു ഘട്ടത്തിൽ എടുക്കാൻ സാധിക്കുമോ? കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ഭിന്നത രൂക്ഷമാണ്. സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് പറയുന്നുവെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളും എതിർപ്പറിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും പങ്കെടുത്താലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, പങ്കെടുത്തില്ലെങ്കിലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ഇത് BJPക്ക് കൂടുതൽ ഗുണകരമാവുകയല്ലേ ഈ കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടില്ലായ്മ?
അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഈ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടായത്. അന്നും ഇതുപോലെയുള്ള വർഗീയ മനോഭാവമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ ആ മന്ത്രിസഭയിലും പാർട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നില്ല. അതെക്കാലവും ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഏവോ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ആ സ്വാതന്ത്ര്യ സമര കാലത്തെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എക്കാലവും വർഗീയവാദികളും നിരീശ്വരവാദികളും എല്ലാം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇതുമായി സന്ധി ചെയ്ത് പോകുന്നു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകം നമ്മുടെ രാജ്യം വലിയൊരു വിപത്തിനെ നേരിടുമ്പോൾ വർഗീയത എന്ന് പറഞ്ഞ് ഭരണപരമായും എല്ലാ രീതിയിലും നമ്മുടെ അടിമുടി ഗ്രസിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒരു ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തമാകുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് അനിവാര്യമായ ഘടകമാണ് എല്ലാ മേഖലകളിലും എന്ന് കാലം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിന് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാതെ ഒരു അഴകുഴമ്പൻ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെ. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു പോയി കോൺഗ്രസ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഈ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരിക്കലും BJPയുടെ ആശയങ്ങൾക്ക് ഒരു ബദൽ ആശയം അല്ല കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു BJPയുടെ ബി ടീം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഈ കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ, രാജസ്ഥാനിലാകട്ടെ അശോക് ഗെഹ്ലോട്ട് പോലും അവിടെ BJPയുമായുള്ളൊരു നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴും ആശയപരമായ ഒരു കാര്യങ്ങളും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലുള്ള പ്രചാരണം നടത്തിയില്ല. അവിടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം എന്താണ്? BJPയുള്ള മൃദുസമീപനം എന്ന കോൺഗ്രസിലെ തന്നെ തമ്മിൽ തല്ലാണ്. സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും തമ്മിലുള്ള തമ്മിൽ തല്ല്. ഈ ഒരു തമ്മിൽ തല്ലിനിടയിൽ എവിടെയാണ് ഇവർക്ക് BJPയെ പ്രതിരോധിക്കാൻ സമയം? ഛത്തീസ്ഗഡ് അല്പമെങ്കിലും അവർക്ക് ഒരു അടിത്തറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട ഭരണം ഒന്ന് പറയാൻ വരുന്ന ഛത്തീസ്ഗഡിൽ പോലും കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ഖേദകരമായിരുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയും ഇതാണ്. കാരണം ഈ BJPക്കെതിരെ നിന്നാൽ അവിടെയുള്ള ഹൈന്ദവ വോട്ടുകൾ പോകുമോ എന്നുള്ള ഭയം. ഇനി BJPയെ എതിർത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. BJP ഇതിന് പ്രധാനമായ കാരണം കൃത്യമായ ഒരു ആശയത്തിൻ്റെ ഒരു അടിത്തറ രൂപീകരിക്കാൻ കോൺഗ്രസിന് ഒരു കാലത്തും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തിന് പിന്നിൽ മാത്രം പോകുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് സംഘടനാപരമായി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആശയപരമായ ഒരു കൃത്യമായൊരു പ്ലാൻ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് ഇവർ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ, സോണിയാഗാന്ധി പങ്കെടുക്കുമ്പോൾ, ഇന്ന് തന്നെ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി കൂടി അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ അവരുടെ പങ്കാളിയായിരുന്നു ശിവസേന, പ്രത്യേകിച്ച് അവിടെ ഉദ്ധവ് താക്കറെ വിഭാഗം. ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ എന്താവും അവരുടെ നിലപാട്? കാരണം കൂടെ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ പോലും നിലപാട് ഇതാണെങ്കിൽ കോൺഗ്രസിന് ഏത് നിലപാട് സ്വീകരിക്കും? കാരണം മഹാരാഷ്ട്രയിൽ അവർക്ക് ഈ ഇത്തരം അയോധ്യ ക്ഷേത്രത്തിനെതിരായ ഒരു നിലപാടും സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മഹാരാഷ്ട്രയിൽ ഉദ്ധവുമായി യോജിച്ച് പോകാൻ കഴിയില്ല. കാരണം ഉദ്ധവ് താക്കറെ എന്ന് പറയുന്നത് ശിവസേനയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ അനുകൂല ചിന്താഗതിയാണ്. പിന്നീട് മറാത്ത വികാരവും. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയൊരു വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനു മുമ്പ് തന്നെ BJP ഇപ്പോൾ തന്നെ ദേശീയത ഉണർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, മതവർഗീയത ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ യാതൊരു ആയുധവും ഇല്ലാതെ വെറും നിരായുധരായി തങ്ങളുടെ ആവനാഴിയിൽ ഒരു ആയുധങ്ങളും ഇല്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ഇതിനെ ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഏത് രീതിയിൽ കോൺഗ്രസിന് ഇതിനെ പ്രതിരോധിക്കാനാവും? രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ തങ്ങളുടെ അവിടെയുള്ള വോട്ടുകൾ പോകുമോ എന്നൊരു ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ പല നേതാക്കളും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അടുപ്പക്കാരായ പല നേതാക്കളും ഈ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നതുമാണ്. അവരെ വിശ്വസിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് കമൽനാഥിനെ പോലെയുള്ള ഒരു വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഒരു നേതാവിനെ വെച്ചുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും തോറ്റ് തുന്നം പാടിയതും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മറ്റു പല നേതാക്കളും ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ആധിർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കൾ മറിച്ച് ചിന്തിക്കുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള നേതാക്കളുടെ എണ്ണം ഇന്ന് ദേശീയ കോൺഗ്രസിൽ തുലവുമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു ഭിന്നതയുടെ കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യം വലിയൊരു വെല്ലുവിളിയാണ്. ഏതായാലും ഇപ്പോൾ ഈ അയോധ്യയിലെ ഈ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദം സംസ്ഥാനത്തെ കോൺഗ്രസിലും കേരളത്തിലെ കോൺഗ്രസിനായാലും ദേശീയ തലത്തിൽ AICC ആയാലും വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് അവർ എങ്ങനെ മോചനം നേടും എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ. കീർത്തി. ശരി, അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ.